നിങ്ങളിൽ പലവരെ പോലെ തന്നെയാണ് എൻ്റെ ജീവിതവും. ചില ഡിസിഷൻസ് പെട്ടെന്നായിരിക്കും, ഒന്നും ചിന്തിക്കില്ല, ഒരു യെസ് അങ്ങ് പറയും. അത് ചിലപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരു കോൺഫിഡൻസ് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാവാം. ഏതായാലും ഇത് രണ്ടും എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒരു യെസ് അങ്ങ് പറഞ്ഞു. അതായത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു സ്കൂളിൽ ആനിവേഴ്സറിക്കുള്ള പിള്ളേരെ നമ്മൾ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തു. ഇതിനു മുമ്പും വേറൊരു സ്കൂളിൽ ഈ വർഷം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ അന്ന് ഞാനതങ്ങനെ ഓർത്തില്ല. അപ്പം ഞാൻ ഓർത്തു ഏതായാലും ഇത്തവണ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആണെങ്കിലും നിങ്ങളുടെ കൂടെ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. എന്താണേലും ആ യെസ് പറഞ്ഞതിന് ശേഷം എനിക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പഠിപ്പിക്കുന്ന ആ കുട്ടികൾ നല്ല രീതിയിൽ അവതരിപ്പിച്ച് ഒരു നല്ലൊരു പ്രോഗ്രാം തന്നെ നമ്മൾ ജനങ്ങൾക്ക് കാഴ്ചവെക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ സ്കൂളിലാണ് നമ്മൾ ഇന്നത്തെ ദിവസം എൻ്റെ 61 കുട്ടികൾ ആണ് ഈ സ്റ്റേജിൽ നൃത്ത ചുവടുകൾ വെക്കാൻ പോണേ. ഒരു സ്കൂൾ ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ഗ്രൂപ്പിൽ നമ്മൾ 5 പേരെ 6 പേരെ എടുക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ചിലപ്പം നൃത്തം ഒട്ടും അറിയാത്ത കുട്ടികൾ കാണാം. പക്ഷേ അതിൽ ചില കുട്ടികൾ 1-2 കുട്ടികൾ നൃത്തം അറിയാവുന്നവരും കാണാം. ഇവരെയൊക്കെ ഒരു ഗ്രൂപ്പാക്കി നമ്മളൊന്ന് കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡാൻസർ എന്ന നിലയിൽ ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്കൂൾ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അറേഞ്ച് ചെയ്യാൻ പറ്റിയല്ല. കാരണം നമ്മൾ കുട്ടികളിൽ നിന്ന് അത്രയും എമൗണ്ടും കൂടി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റാത്ത കാര്യമാണ്. സ്കൂൾ ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പേരൻറ്റും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ കുട്ടി ഒരു സ്റ്റേജിൽ കയറി എന്തെങ്കിലും ഒന്ന് അവതരിപ്പിക്കാമെന്ന്. പക്ഷേ ഈ ഒട്ടും നൃത്തം അറിയാത്ത കുട്ടികളെ നമ്മളൊരു ബേസിക് മുദ്ര പോലും പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടഫായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എനിക്കത് നല്ല രീതിയിൽ അവതരിപ്പിക്കണം എന്നുണ്ടായിരുന്നു കുട്ടികൾ. അതുകൊണ്ട് തന്നെ ചിലയിടത്ത് കുട്ടികളുടെ അടുത്ത് ഇച്ചിരി സ്ട്രിക്റ്റ് ആവുകയും എന്നാൽ ആവശ്യത്തിന് ഉഴപ്പ് കാണിക്കുന്ന ഒരു ടീച്ചറും കൂടിയാണ്, വളരെ ഫ്രീഡം കൊടുക്കുന്ന ഒരു ടീച്ചറും കൂടിയാണ് ഞാൻ. സോ അങ്ങനെ നമ്മൾ ഒരുക്കങ്ങളൊക്കെ ചെയ്തു. നമ്മുടെ കുഞ്ഞു കുട്ടികളെ നമ്മൾ ഒരുക്കി. അപ്പോൾ എല്ലാത്തിനും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓടുന്നുണ്ട്. കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും അവർ ആ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഒരു LKG കുട്ടി അല്ലെങ്കിൽ UKG അല്ലെങ്കിൽ ഈവൻ ക്ലാസ് 6-7 കുട്ടികൾ, നൃത്തം ഒട്ടും അറിയാത്ത കുട്ടികൾ ഇത്രയും ചെയ്തല്ലോ എന്നോർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിൻ്റെ അകത്ത് എൻ്റെ എഫേർട്ട് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് കുട്ടികൾ വളരെ ഡെഡിക്കേറ്റഡ് ആണ്, നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. കാരണം ഇതിൽ മിക്ക കുട്ടികൾക്കും ഡാൻസ് പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. നമുക്ക് അറിയാം, ഒരു ഡാൻസ് നമ്മൾ പഠിക്കണമെങ്കിൽ ഫീസും പിന്നെ അതിൻ്റെ പുറകിലുള്ള എക്സ്പെൻസ് എല്ലാം മിക്കവർക്കും അറിയാം. തീർച്ചയായിട്ടും നമ്മളൊരു ഡാൻസ് പഠിപ്പിക്കുമ്പോൾ അവരതിൻ്റെ അകത്ത് മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ അത് കളിക്കും. അത് കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ നമുക്ക് വ്യൂവേഴ്സിൻ്റെ അടുത്തുനിന്ന് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുമ്പോൾ അതും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നിപ്പോൾ അവർ കളിക്കുന്നത് കാണുമ്പോൾ ഈ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഞാനാണ്. പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല, എനിക്ക് അത്യാവശ്യമുള്ള മേക്കപ്പേ അറിയത്തുള്ളൂ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ് കൂടാണ്ട് പേരൻസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു സ്കൂളാണേലും കട്ടയ്ക്ക് സപ്പോർട്ട് നിന്നാണ് എന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്തത്. അതിനെ ഒത്തിരി നമുക്ക് നന്ദിയുണ്ട്. ഈ പരിപാടി എല്ലാം കഴിയുമ്പോൾ വാടി തളർന്നിരിക്കുന്ന ഒരു സംഘം ആൾക്കാരുണ്ട്. അത് വേറെ ആരുമല്ല, അത് നമ്മൾ ടീച്ചേഴ്സ് തന്നെയാണ്. പുറമേന്ന് കാണുമ്പോൾ വളരെ പുഞ്ചിരിയോടെ നേരിടുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഒരു ടീച്ചറിൻ്റെ. പക്ഷേ എത്ര എഫേർട്ട് ഇട്ട് ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരിടത്ത് ഇരിക്കാണ്ട് ചിലപ്പം അന്നത്തെ ഊണ് മിസ് ചെയ്ത് ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഒരു സംഘം ആൾക്കാരാണ് ഈ ടീച്ചേഴ്സ്. അവരോട് നമ്മൾ എന്തോരം റെസ്പെക്റ്റ് കാണിച്ചാലും അത് കുറവാണ്. കാരണം അതൊരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് ഈ ടീച്ചേഴ്സ്. അങ്ങനെ ഈ സ്കൂളിൻ്റെ ആനിവേഴ്സറി എൻ്റെ 61 കുട്ടികളും വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു എന്ന് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ കുട്ടി കുട്ടി വ്ളോഗ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.